നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിലെ രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ 3 വർഷം തടവിനും കോടതി ശിക്ഷിച്ചു. മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. വിധി കേൾക്കാൻ ഷാരോണിന്റെ അച്ഛനും അമ്മയും സഹോദരനും കോടതിയിലെത്തിയിരുന്നു. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തെറ്റായ സന്ദേശമാണ് ഈ കേസ് നൽകിയതെന്നും ഷാരോൺ കേസിൽ വിധി പറയവേ കോടതി നിരീക്ഷിച്ചു. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നുവെന്നും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ലെന്നും വിധി പരാമർശത്തിൽ പറയുന്നു. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ പ്രധാന പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി 24 വയസ്സുകാരിയായ ഗ്രീഷ്മ. കേരളത്തിൽ ഇപ്പോൾ വധശിക്ഷ കഴിയുന്ന രണ്ടാമത്തെ മാത്രം സ്ത്രീയുമാണ് ഗ്രീഷ്മ. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസാണ് ഇതെന്നും വധശിക്ഷ പ്രതീക്ഷിച്ചതാണെന്നും പാറശാല ഷാരോൺ വധക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ. അന്വേഷണ ടീമിന്റെ വിജയമാണിതെന്നും ഗ്രീഷ്മ ആദ്യഘട്ടത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ ആദ്യഘട്ടത്തിൽ ഷാരോണും ശ്രമിച്ചിട്ടില്ലെന്നും അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഗ്രീഷ്മയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജ്യൂസ് ചലഞ്ച് നടത്തിയ വേളയിൽ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യരുതെന്ന് ഗ്രീഷ്മ പറഞ്ഞിട്ടും ഷാരോൺ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഈ കേസിൽ ദൈവത്തിന്റെ കയ്യൊപ്പായി പോലീസ് കാണുന്നതെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കുള്ള അനുമതി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകാൻ എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. ഭരണസമിതി തീരുമാനത്തെ BJP അംഗങ്ങൾ പിന്തുണച്ചു. എന്നാൽ യോജിക്കാനും വിയോജിക്കാനുമില്ലെന്ന് CPM അംഗങ്ങൾ വ്യക്തമാക്കി. ചർച്ചയ്ക്കിടെ CPM BJP അംഗങ്ങൾ തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. അമേരിക്കയിൽ ഇനി ട്രംപ് യുഗം. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 1861 എബ്രഹാം ലിങ്കൻ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിളും 1955 തൻ്റെ അമ്മ നൽകിയ ബൈബിളും തൊട്ടായിരുന്നു ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ. ക്യാപിറ്റോൾ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നടക്കമുള്ള ലോക നേതാക്കളെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. വൈസ് പ്രസിഡന്റ് JD വാൻസും ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും ട്രാൻസ്ജെൻഡേഴ്സിനെ നിരാകരിച്ചും പനാമ കനാലിനെ തിരിച്ചെടുക്കുമെന്ന് ആവർത്തിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കന്നിപ്രസംഗം. അമേരിക്കയുടെ സുവർണകാലത്തെ തുടക്കമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. ലോകമെമ്പാടുമുള്ള അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചപ്പോൾ സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ മറന്ന അധികാരകാലത്തിനാണ് അവസാനമായിരിക്കുന്നതെന്നും കഴിഞ്ഞ 8 വർഷം താൻ നേരിട്ട വെല്ലുവിളികൾ മറ്റൊരു പ്രസിഡന്റും നേരിട്ടില്ലെന്നും വിശ്വാസവഞ്ചനയുടെ കാലം ഇവിടെ അവസാനിക്കുന്നുവെന്നും ഇനി മുതൽ പുരോഗതി മാത്രമാണ് അമേരിക്കയുടെ മുന്നിലുള്ളതെന്നും ട്രംപ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിന് ആശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയകരമായി മറ്റൊരു ഭരണകാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച മോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യവും സഹകരണവും തുടരണമെന്നും Xൽ കുറിച്ചു. സംസ്ഥാനത്ത് സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ E-way ബിൽ നിർബന്ധമാക്കി. 10 ലക്ഷമോ അതിനു മുകളിലോ മൂല്യമുള്ള സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും കേരളത്തിന് അകത്തുള്ള ചരക്ക് നീക്കത്തിനാണ് E-way ബിൽ നിർബന്ധമാക്കിയത്. ഇന്ന് മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ കൂടി ഉടൻ വിതരണം ചെയ്യും. ഇതിനായി 1604 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 3200 രൂപ വീതം ലഭിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. കാസർഗോഡ് തിരുവനന്തപുരം 6 വരി ദേശീയപാതയുടെ പണി ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാകുന്നതോടെ മലബാർ മേഖലയിലെ ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാവുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലബാറിലെ ടൂറിസം വികസനത്തിലൂടെ സംസ്ഥാനത്തിൻ്റെ ആകെ വികസനമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃത്വ മാറ്റത്തിലും പുനഃസംഘടനയിലും നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തി AICC നേതൃത്വം. വിവിധ നേതാക്കളിൽ നിന്നും AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി അഭിപ്രായം തേടി. ഇതിനിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലിക്കെതിരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്ന കടുത്ത കുറ്റപ്പെടുത്തലുകൾ ഹൈക്കമാൻഡിന് മുന്നിലെ പുതിയ പ്രതിസന്ധിയാണ്. വിമർശനത്തിൽ VD സതീശൻ കടുത്ത അതൃപ്തിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രൂപ്പുകൾക്കതീതമായി ഉയർന്ന കുറ്റപ്പെടുത്തലുകൾക്ക് ആസൂത്രണ സ്വഭാവമുണ്ടോ എന്ന സംശയവും സതീശൻ പക്ഷത്തിനുണ്ട്.
കണ്ണൂരിൽ 25 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ സൂചി കഷണം തറച്ചു കയറിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുത്തപ്പോൾ വന്ന പിഴവാണെന്ന് കാട്ടി അച്ഛൻ ശ്രീജു നൽകിയ പരാതിയിന്മേലാണ് നടപടി. കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർക്കും നഴ്സിംഗ് സ്റ്റാഫിനുമെതിരെയാണ് കേസ്. പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് DGPക്കും ചീഫ് സെക്രട്ടറിക്കും നോട്ടീസ് നൽകി. കേസന്വേഷണത്തിലെ നിലവിലെ സ്ഥിതി, പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി, ചികിത്സാ, കൗൺസിലിംഗ്, നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ചും വിവരങ്ങൾ കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിലെ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരായ പോക്സോ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. കൺസൾട്ടിംഗ് എഡിറ്റർ അനിൽകുമാർ, റിപ്പോർട്ടർ ഷഹബാസ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. പാറശാല ഷാരോൺ വധക്കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള നെയ്യാറ്റിൻകര കോടതിയുടെ വിശദമായ വിധിപ്പകർപ്പ് പുറത്ത്. വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തിയെന്നും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതിയുണ്ടായിരുന്നുവെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. അളവിൽ കൂടുതൽ ഗുളിക ജ്യൂസിൽ കലക്കിയാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ 23 പ്രാവശ്യം മൊബൈലിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തുവെന്നും ആദ്യ വധശ്രമം പരാജയപ്പെട്ടപ്പോൾ അതേ രീതി വീണ്ടും പരീക്ഷിച്ചുവെന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു. പ്രതിപക്ഷ സർവീസ് സംഘടനകളും CPI സംഘടനകളും പ്രഖ്യാപിച്ച നാളത്തെ പണിമുടക്കിനെ നേരിടാൻ ഡാഷ് നോൺ പ്രഖ്യാപിച്ച സർക്കാർ. പണിമുടക്ക് ദിവസത്തെ ശമ്പളം കുറവ് ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. അവശ്യ സാഹചര്യങ്ങളിൽ ഒഴികെ അവധി നൽകരുതെന്ന് വകുപ്പ് മേധാവികൾക്ക് ചീഫ് സെക്രട്ടറി കർശന നിർദ്ദേശം നൽകി. ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് പോലീസ് സംരക്ഷണം നൽകാനും തീരുമാനിച്ചു. വയനാട് പാക്കേജിന് കൂടുതൽ സഹായം കിട്ടുക എന്ന ലക്ഷ്യത്തോടെ മുംബൈ മാരത്തണിൽ പങ്കെടുത്ത് കിഫ്ബി CEO KM എബ്രാഹിം, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടെയാണ് KM എബ്രാഹിം. 43 കിലോമീറ്റർ ദൂരം 4 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം പൂർത്തിയാക്കി. റൺ ഫോർ വയനാട് എന്ന ബാനർ പ്രദർശിപ്പിച്ചാണ് അദ്ദേഹം ഓടിയത്. ഈ നല്ല കാര്യത്തിന് വേണ്ടി ഓടിത്തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MEC 7 വ്യായാമത്തിന് എതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടുത്തുന്നുവെന്നും പുരുഷന്മാരെ കാണുന്നതിനും ഇടപഴകുന്നതിനും സ്ത്രീകൾക്ക് ഇസ്ലാമിൽ നിബന്ധനകൾ ഉണ്ടെന്നും പണ്ടുകാലത്ത് അത് സ്ത്രീകൾക്ക് കൃത്യമായി പാലിച്ചിരുന്നുവെന്നും എന്നാൽ ഈ വ്യായാമമുറ അത്തരത്തിലുള്ള മറ എടുത്തു കളഞ്ഞുവെന്നും മലപ്പുറം കുഴിമണ്ണയിൽ നടത്തിയ പ്രസംഗത്തിൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിലെ മണ്ഡല വിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി. പന്തളം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മയുടെ ദർശനത്തോടെ രാവിലെ 6:30 നട അടച്ചത്. രാവിലെ 5 നട തുറന്ന ശേഷം കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമവും നടന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.